ഒടുവിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. കേരളത്തിൽ എൻഡിഎയും അക്കൗണ്ട് തുറക്കുമെന്ന്. കേരളത്തിൽ താമര വിരിയുമെന്നുള്ള സർവേ റിപ്പോർട്ടുകളാണ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. BJP ഉൾപ്പെടുന്ന NDA സഖ്യത്തിന്റെ മുന്നേറ്റം ഇത്തവണ ഉണ്ടാകും എന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ചില മാധ്യമങ്ങൾക്ക്. പോയ നാളുകൾ വരെ NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല, താമര വിരിയില്ല എന്ന് പറഞ്ഞവർ ഇത്തവണ സർവേക്കൊടുവിൽ പലതും തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. 35 മണ്ഡലങ്ങൾ, 17ഇടത്ത് UDF, LDF 16, NDAക്ക് ഒന്നുമില്ല. അതേസമയം കഴക്കൂട്ടത്തും തവനൂരും പൊരിഞ്ഞ പോരാട്ടമെന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. BJP ഉൾപ്പെടുന്ന NDA സഖ്യത്തിന്റെ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നത്. BDJSന് പുറമെ 2020 കൂടി എത്തിയതോടെ NDA മുന്നണി കൂടുതൽ കരുത്ത് ആർജിച്ചിരിക്കുന്നുവെന്നും BJPയിലേക്ക് കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നുമുള്ള ഒഴുക്ക് ശക്തമാണെന്നും ഇതെല്ലാം പാർട്ടിക്ക് ഗുണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മനോരമ സീ വോട്ടർ സംഘടിപ്പിച്ച സർവേയിൽ NDAക്ക് 1 മുതൽ 5 വരെ സീറ്റുകൾ കേരളത്തിൽ കിട്ടുമെന്ന് പ്രവചിക്കുന്നു. ഇതാദ്യമായാണ് മനോരമ BJPയുടെയും NDAയുടെയും വിജയം പ്രഖ്യാപിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മുരളീധരന് 1ാം സ്ഥാനവും VS സുനിൽകുമാറിന് 2ാം സ്ഥാനവും സുരേഷ് ഗോപിക്ക് 3ാം സ്ഥാനവും പ്രവചിച്ച മനോരമ പിന്നീട് അത് മാറ്റി പറയേണ്ടി വന്നു. അന്ന് മനോരമ സർവേയെ അടപടലം തകർത്ത് 74,000 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഇക്കുറിയും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് പറയാൻ മനോരമ തയ്യാറായിട്ടില്ല. പകരം തിരുവനന്തപുരം ജില്ലയിലെ 2 പ്രധാന മണ്ഡലങ്ങളിലും തൃശൂർ, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലും BJP കരുത്ത് തെളിയിക്കുമെന്ന് സർവേ വ്യക്തമാക്കുന്നു. തലസ്ഥാന ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം മാറുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് വിജയിക്കുമെന്നാണ് സർവേയുടെ പ്രവചനം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ BJPക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരന് കഴക്കൂട്ട മണ്ഡലത്തിൽ നേരിയ വിജയ സാധ്യത സർവേ കൽപ്പിക്കുന്നു. വട്ടിയൂർക്കാവിലും BJP ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. വേണമെങ്കിൽ ജയിച്ചേക്കാമെന്നും പറയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ് പ്രവചനം. വടക്കൻ കേരളത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPക്ക് വിജയ സാധ്യതയുണ്ടെന്ന് സർവേ പറയുന്നു. കാസർഗോഡ് ജില്ലയിൽ NDAക്ക് 1 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. തൃശൂർ ജില്ലയിലും BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത സർവേ തള്ളിക്കളയുന്നില്ല. തൃശൂരിലെ 13 മണ്ഡലങ്ങളിൽ ഒരിടത്ത് NDAക്ക് ജയ സാധ്യതയുണ്ട്. BJP വലിയ പ്രതീക്ഷ വച്ചിരുന്ന പാലക്കാട് ഇക്കുറിയും LDFന് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ജയിക്കുമെന്ന് പറയുന്നില്ല. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളില്ലെന്നും സർവേ വ്യക്തമാക്കുന്നു. എന്നാൽ വോട്ട് വിഹിതത്തിൽ പലയിടത്തും BJP നിർണായകമായ വർധനവ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സർവേ പറയുന്നുണ്ട്. കേരളത്തിൽ UDF ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്ന മനോരമ സീ വോട്ടർ സർവേ ഫലത്തിൽ UDFന് 69 മുതൽ 81 സീറ്റുകൾ വരെയും LDFന് 57 മുതൽ 69 സീറ്റുകൾ വരെയും NDA 1 മുതൽ 5 സീറ്റുകൾ വരെയും പ്രവചിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിക്കുമെന്ന മാതൃഭൂമി കോർ കേരള പ്രീപോൾ സർവേയിലെ ആദ്യ 35 മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് മാസം 23 മുതൽ 29 വരെ 31,706 സാമ്പിളുകൾ ശേഖരിച്ചാണ് മാതൃഭൂമിയുടെ സർവേ. UDFന് 17 മണ്ഡലങ്ങളിലും LDFന് 16 മണ്ഡലങ്ങളിലും ജയസാധ്യതയുണ്ട്. NDAയുടെ അക്കൗണ്ടിൽ മണ്ഡലങ്ങളൊന്നുമില്ല. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ട മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിലെ തവനൂരിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇതിൽ കഴക്കൂട്ടത്ത് LDFന്റെ കടകംപള്ളി സുരേന്ദ്രനും NDAയുടെ V മുരളീധരനും തമ്മിലാണ് പോരാട്ടമെങ്കിൽ തവനൂരിൽ പോരാട്ടം LDFും UDFും തമ്മിലാണ്. VS ജോയാണ് തവനൂരിലെ UDF സ്ഥാനാർത്ഥി. KT ജലീൽ LDFന് വേണ്ടിയും കളത്തിലിറങ്ങുന്നു. അമ്പലപ്പുഴയിൽ UDFന് മുൻതൂക്കമെന്നാണ് സർവേ ഫലം. UDF പിന്തുണയിൽ മത്സരിക്കുന്ന CPM മുൻ നേതാവ് G സുധാകരന് വിജയ സാധ്യതയുണ്ട്. പീരുമേട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സിറിയക് തോമസിന് വിജയ സാധ്യത. LDFന്റെ സിറ്റിംഗ് സീറ്റാണിത്. വാമനപുരത്ത് LDFന്റെ DK മുരളിക്ക് വിജയ സാധ്യത. അടൂരിൽ UDFന്റെ അഡ്വക്കേറ്റ് ശാന്തകുമാർ വിജയിക്കുമെന്ന് സൂചന. LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തേക്കും. കാസർഗോഡ് UDFന്റെ കല്ലട്ര മാഹിൻ ഹാജിക്ക് വിജയ സാധ്യത. NDAയുടെ അശ്വിനി ML രണ്ടാമതെത്തിയേക്കും. LDFന്റെ ഷാനവാസ് പാദൂർ മൂന്നാമതായേക്കും. ദേവികുളം LDFന്റെ സിറ്റിംഗ് MLA രാജ് നിലനിർത്തുമെന്നാണ് സൂചന. കഴക്കൂട്ടത്ത് LDFന്റെ കടകംപള്ളി സുരേന്ദ്രനും NDAയുടെ V മുരളീധരനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. നേരിയ മുൻതൂക്കം കടകംപള്ളിക്കെന്ന് സർവേ ഫലം പറയുന്നു. ചാലക്കുടിയിൽ UDFന്റെ സനീഷ് കുമാർ ജോസഫിന് വിജയ സാധ്യത. ഇരവിപുരത്ത് M നൌഷാദ് മണ്ഡലം നിലനിർത്തും. വൈപ്പിനിൽ LDF സ്ഥാനാർത്ഥി MB ഷൈനി ജയിക്കുമെന്ന് സർവേ പറയുന്നു. ഒറ്റപ്പാലത്ത് LDFന്റെ K പ്രേംകുമാർ വിജയിക്കുമെന്നാണ് സർവേ. CPM വിട്ടെത്തിയ PK ശശിക്ക് ജയസാധ്യത അകലെയെന്നും സർവേ ഫലം. അരുവിക്കര LDFിൽ നിന്നും UDF പിടിച്ചെടുത്തേക്കും VS ശിവകുമാറിന് ജയസാധ്യത. കൽപ്പറ്റ മണ്ഡലം UDFന് വേണ്ടി T സിദ്ദിഖ് നിലനിർത്തുമെന്ന് സർവേ. പത്തനാപുരത്ത് LDFന്റെ KB ഗണേഷ് കുമാറിന് വിജയ സാധ്യത. കല്യാശ്ശേരിയിൽ അത്ഭുതങ്ങൾക്ക് സാധ്യതയില്ല. LDF മണ്ഡലം നിലനിർത്തും. M വിജിൻ ജയിക്കുമെന്ന് സർവേ. കുന്നത്തൂരിൽ UDFന്റെ ഉല്ലാസ് കൂർ LDFന്റെ കോവൂർ കുഞ്ഞുമോനെ പരാജയപ്പെടുത്തുമെന്ന് സർവേ ഫലം. തിരുവനന്തപുരം സെൻട്രലിൽ
യു ഡി എഫിന്റെ CP ജോണിന് വിജയ സാധ്യത. മാവേലിക്കരയിൽ LDFന്റെ MS അരുൺകുമാർ മണ്ഡലം നിലനിർത്തുമെന്ന സർവേ ഫലം. ചിറ്റൂർ മണ്ഡലത്തിൽ UDFന്റെ സുമേഷ് അച്യുതന് വിജയ സാധ്യത. LDFന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു ഇത്. സുൽത്താൻ ബത്തേരി മണ്ഡലം UDF നിലനിർത്തും. IC ബാലകൃഷ്ണന് സാധ്യത. അട്ടിമറിക്ക് സാധ്യതയില്ല. തിരൂരങ്ങാടിയിൽ UDFന്റെ PMA സമീർ വിജയിക്കുമെന്ന സർവേ ഫലം. കാഞ്ഞിരപ്പള്ളി മണ്ഡലം LDF നിലനിർത്തും. N ജയരാജന് ജയസാധ്യത. പോരാട്ടം കടുക്കുന്നത് തൃശൂരിൽ. LDF മണ്ഡലം UDF പിടിച്ചെടുക്കുമെന്ന സർവേ ഫലം. കോൺഗ്രസിന്റെ രാജൻ ജെ പല്ലന് ജയസാധ്യത. ചെങ്ങന്നൂരിൽ LDFിലെ സജി ചെറിയാൻ ജയിക്കുമെന്ന സർവേ ഫലം. നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തിന് വിജയ സാധ്യതയെന്നും ഫലം. കയ്പമംഗലത്ത് LDFന് തന്നെ വിജയ സാധ്യത. KK വത്സരാജ് മണ്ഡലം നിലനിർത്തും. പിറവത്ത UDF അനൂപ് ജേക്കബ് മണ്ഡലം നിലനിർത്തുമെന്ന സർവേ ഫലം. തവനൂരിലാണ് പൊടിപാറും പോരാട്ടം. UDFന്റെ VS ജോയും LDFന്റെ KT ജലീലും തമ്മിൽ ബലാബലം. ജോയ്ക്ക് നേരിയ മുൻതൂക്കം. കുന്നംകുളത്ത് LDF മണ്ഡലം നിലനിർത്തും. AC മൊയ്തീന് ജയസാധ്യതയെന്ന സർവേ ഫലം. റാന്നിയിൽ LDFന്റെ പ്രമോദ് നാരായണന് ജയസാധ്യത. വൈക്കത്ത് LDFന്റെ P പ്രദീപ് ജയിക്കുമെന്നും സർവേ. കുന്നത്തുനാട്ടിൽ UDF മണ്ഡലം തിരിച്ചുപിടിക്കും. VP സജീന്ദ്രൻ വിജയിക്കുമെന്ന സർവേ ഫലം. മലമ്പുഴ മണ്ഡലം LDF നിലനിർത്തും. A പ്രഭാകരന് വിജയ സാധ്യതയെന്ന സർവേ. പെരുമ്പാവൂരിൽ UDF തന്നെ വിജയിക്കുമെന്ന സർവേ ഫലം. മനോജ് മൂത്തേടന് ജയസാധ്യത.